ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു ഈറ്റ് ബുധ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അമ്മ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കിടക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു മോരുകറിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങ ചിരണ്ടിയത് എൻ്റെ ഒരു കൈ നിറച്ച് ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറിയ ജീരകം ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം. നമ്മൾ ചെറുജീരകം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇതൊക്കെ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഇത്തിരി ആവശ്യത്തിന് കുറച്ച് വെള്ളമാണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. ഈ അരയ്ക്കുന്നതിൻ്റെ തന്നെ ഇത് ഏകദേശം അരഞ്ഞ് വരുമ്പോഴത്തേക്കും തൈരും കൂടി നമ്മൾ ഇതിലേക്കാണ് അരയ്ക്കുന്നത്. പേഴ്സിനെ അരയ്ക്കാൻ പോവാണ്. നമ്മൾ അരച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചു കഴിഞ്ഞതിലേക്ക് നമ്മൾ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്യുകയാണ്. തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ചുള്ള അളവിൽ തൈര് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അമ്മ ഇനി ഇത് അരയ്ക്കുമോ? ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതും കൂടെ ഒന്ന് അരയ്ക്കുന്നുണ്ട്. അരച്ചിടിച്ചിട്ടുണ്ട് നമ്മൾ. ഉണ്ടോ? നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അല്ല എന്നാ ഇതിലാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഇതെടുക്കാം അല്ലേ? എക്സസ് ആയിട്ടുള്ളതും കൂടെ എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിങ്ങനെ കലക്കി അതിനകത്തുള്ള കൂടെ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് എന്ന് വെച്ചാൽ എത്ര അളവെന്ന് പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ അളവാണത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലേ? ഇനി ഇതിൽ ഉപ്പുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പുണ്ടാമ പാകത്തിന് ഉപ്പുണ്ട്. ഒരു ഇത്തിരി കൂടെ വേണമെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ഇതിനേക്കാൾ കട്ടി കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കട്ടിയായിട്ട് എടുക്കാം. കുറച്ച് തിക്കായിട്ടുണ്ട്. അതെ, ഒരുപാട് തിക്കല്ല, ഒരുപാട് ലൈറ്റ്. നമ്മളിത് കടുക് പൊട്ടിച്ച് റെഡിയാക്കുവാണ്. ഇതിൽ വേറൊരു ജോലിയില്ല. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ഇനി കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്കുവാണ് ഗൈസ്. ഇനി നമ്മൾ ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക അല്ലേ അമ്മ? ഇതിന് നമ്മൾ ഒന്ന് കടുക് പൊട്ടിക്കുവാണ്. ഇത് കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ചട്ടി ചൂടായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ കടുക്, ഒരു ഉണക്കമുളക്, പിന്നെ വേണ്ടത് കറിവേപ്പില. ഇത്രയാണ്. അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഇത്തിരി എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് കടുക്.
നല്ല ചൂടായിട്ടില്ല. ഇത്തിരി കടുകിട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഉണക്കമുളക് ഇടുക. ഉണക്കമുളക് ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുക. സൂക്ഷിക്കുക, ചിലപ്പോൾ പൊള്ളാതെ ഇരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയും മോരും കൂടി ചേർക്കും. അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ചെറുതായിട്ട് ഇനി ചൂടാക്കുന്നുണ്ട് നമ്മൾ. വെറും 10 മിനിറ്റ് ആവശ്യമുള്ളൂ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി. നമ്മുടെ മോര് കറി ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് നമ്മുടെ മോര് റെഡി ആയി വരുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മോര് റെഡിയാവും. അപ്പോൾ ഗൈസ് ഇതാണ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറി. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കണം. ചെറുതായിട്ട് ചൂടാക്കണം. തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. മാത്രമല്ല അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും പറയുക. എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കമൻറ്റ് സെക്ഷനിൽ പറയുക. ഗൈസ് നന്നായിട്ട് വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയാണ്. തീ ഓഫ് ചെയ്യുക. മോര് കറി തയ്യാറായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഗൈസ്. 10 മിനിറ്റ്സ് കൊണ്ട് എളുപ്പമായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറിയാണ് ഗൈസ്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ സെർവ് ചെയ്യാനാണ് പോകുന്നത്. സെർവ് ചെയ്യാം. മറ്റൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചോറിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈഡ് 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മോര് കറി റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇറ്റ്സ് മീ അനോറ സൈനിങ് ഔട്ട്.